ഹലോ വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവിലും ഒരുപാട് വ്യത്യസ്തമായിട്ട് കുറേ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിക്കാതൊന്നും പതിവില്ലാത്തതാണ്. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ബിക്കോസ് മോളിന്ന് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇടാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ആൾ സ്വാമിയാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം അവൾക്കുണ്ടായിരുന്നു കേട്ടോ. മാല ഇടാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് ആളെന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഇന്നാണ് ആ ദിവസം. ഈ ഒരു വീഡിയോയിൽ മാല ഇടുന്നതും അതേപോലെ തന്നെ മലയ്ക്ക് പോകുന്നതും രണ്ടും ഒരേ ദിവസം മീൻസ് ഒരേ വീഡിയോ ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാ സെപ്പറേറ്റ് ഡേയ്സിൽ. പക്ഷേ മാരേജ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കത്ര ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ദിവസം ഞാനും ഒബ്വിയസ്ലി ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് രണ്ടും കൂടെ മാരേജ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആൾ ബ്ലാക്ക് ഉടുപ്പൊക്കെ ഇട്ടു കേട്ടോ. ഉടുപ്പ് ആൾ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഒന്നാമത്തെ പോളിസ്റ്റർ ഉടുപ്പ് ആൾക്ക് അത്ര ഇഷ്ടമല്ല, ചൂട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് തന്നെ തയ്ച്ചിട്ട് ഇടിയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ഇരുന്ന് തയ്ച്ചിട്ടുള്ളതാണ് കേട്ടോ ഉടുപ്പൊക്കെ തയ്ച്ചു അലക്കിയിട്ടു. പിറ്റേന്നൊക്കെ ആകുമ്പോഴേക്കും ഉണങ്ങി. നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ആൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ഇഷ്ടമായത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. വിളിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റു, എല്ലാ കുളിയും സെറ്റാക്കി. അങ്ങനെ ആൾ മാലയിട്ടു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് മാലയിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഏട്ടനിടാണ്. അമ്മയും അച്ഛനും 1 വീക്ക് മുന്നേ മാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയും അച്ഛനും ഒക്കെ ഓൾറെഡി ഇട്ടേക്കുവാണ്. അപ്പോൾ ഇന്ന് ഏട്ടനും മോളുമാണ് ഇടുന്നത്. അപ്പോൾ ഏട്ടനും മാലയിടാണ് കേട്ടോ. ഏട്ടപ്പോൾ കുറേ തവണ പോയതാണ്. അപ്പം ഈ ഒരു ഇയറിൽ മോളെയും കൊണ്ട് പോകണമെന്ന്, ഈ ഒരു ഇയർ തൊട്ടിട്ടൊരു 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. ഈശ്വര സഹായിച്ചിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അങ്ങനെ രണ്ടുപേരും മാലയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരുപാട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും മാലയൊക്കെ ഇട്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരെ പിന്നെ പണിയിലേക്ക് കടന്നു. കാരണം അതൊരു വിധത്തിൽ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആടെ നമ്മൾ ഫുള്ളി ഫ്രീ ആവല്ലോ. അപ്പോൾ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവർ ശരണം വിളിക്കുകയാണ്. അവർ അവിടുന്ന് പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ നേരെ കിച്ചണിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെക്കുവാണ്. കുളിയൊക്കെ ഓൾറെഡി കഴിഞ്ഞതായതുകൊണ്ട് ഡയറക്റ്റ് പിന്നെ അടുക്കളയിൽ നമുക്ക് കുക്കിംഗ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ചായക്ക് വെള്ളം വെച്ചു. ഒരു ഭാഗത്തുനിന്ന് ചായക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് ഞാൻ കുറച്ച് കഞ്ഞി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പം കുറച്ച് ഏർലിയാണല്ലോ എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം ഹെവി ആയിട്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈറ്റായിട്ടൊരു കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ വെച്ചിട്ട് അപ്പോഴേക്ക് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് കണ്ടപ്പോൾ എന്തൊക്കെയോ ആളിങ്ങനെ കുറച്ച് പറയുന്നു നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചായ ആയി കഴിഞ്ഞപ്പോൾ വേഗം കഞ്ഞിയൊക്കെ വെച്ചിട്ട് പിന്നെ അടുക്കളയ്ക്ക് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടു. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ലൈറ്റായിട്ടൊന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ലേറ്റ് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് ആ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നെല്ലുത്തേരി കഞ്ഞിയാണ് കേട്ടോ. നമ്മളിവിടെ നെല്ലുത്തേരി എന്നാണ് പറയുന്നത്. അപ്പോൾ നെല്ലുത്തേരി കഞ്ഞി ആൾക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. എന്തായാലും ഞാൻ രാവിലെ ഇപ്പം തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ കാര്യങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുപ്പ് പോകുമ്പോഴേക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതിൽ കാണിക്കുന്നത് പിന്നെ നമ്മളുടെ റുട്ടീൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വെജിറ്റബിൾസ്, കുക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും ഞാൻ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിൽ പിന്നെ നമ്മൾ മലയ്ക്ക് പോകുന്ന ഡേയിൽ ചെറിയൊരു ക്ലിപ്പിംഗ് കൂടെ ആഡ് ചെയ്യാണ്. ആൾ മലയ്ക്ക് പോകുമ്പം ഫസ്റ്റ് കെട്ടുനിറ കന്യാസ്വാമി ആളായതുകൊണ്ട് മോളുടെ കെട്ടുനിറയാണ് ഫസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കെട്ടുനിറയ്ക്കാണ് കേട്ടോ. എനിക്കിതൊരു ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ ഉള്ളൊരു മൊമെൻറ്റാണ്. കാരണം 2-3 ദിവസം ആളെ വിട്ട് ഞാൻ അങ്ങനെ ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു 2-3 ദിവസം മാറി നിൽക്കുന്നതിൻ്റെ പ്രയാസം നല്ലപോലെ എനിക്കും അവൾക്കും ഉണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ ആദ്യമായിട്ട് മലയ്ക്ക് പോവുകയാണെന്നുള്ള അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇമോഷൻസ് ഇടകലർന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു അത്. അങ്ങനെ നമ്മൾ കെട്ടുനിറയൊക്കെ കഴിഞ്ഞു. ആദ്യം ആളുടെ കെട്ടുനിറ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു 10-15 സ്വാമിമാർ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ കാലത്തന്നെ തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം ഉച്ചയടുപ്പിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളുടെ കെട്ടുന്നറിയാണ്. പിന്നെ കെട്ടിലേക്ക് ഞാൻ അരിയൊക്കെ ഇടുന്നത് കാരണം എനിക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ സെക്കൻഡായിട്ട് അമ്മയും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇവിടുന്ന് ഏട്ടനും അച്ഛനും അമ്മയും മോളും 4 പേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് അമ്മയുടെ കെട്ടാണ് നിറച്ചിട്ടുള്ളത്. അമ്മ കാലിന് ചെറിയ വേദന ഉള്ളതുകൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയുടെ കെട്ടുന്നറിയൊക്കെ കഴിഞ്ഞു.
പിന്നെ എല്ലാവരുടെയും കെട്ടുന്നറ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിങ്ങനെ ബിസി ആയിപ്പോയി. അതുകൊണ്ട് എല്ലാവരുടെയും കെട്ടുന്നറ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മളുടെ ആൻറ്റിയാണ്, ആൻറ്റിയുടെ കെട്ടുന്നറയും ഏട്ടൻ്റെ കെട്ടുന്നറയും അത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ കെട്ടുന്നറയ്ക്കാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പേരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പിന്നെ ഏട്ടൻ്റെ കെട്ടുന്നറയ്ക്ക് ആയപ്പോഴേക്ക് തിരിച്ചു വന്നു കേട്ടോ. എനിക്കൊരു നെയ്ത്തേങ്ങ കൊടുക്കാൻ നേർച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ നെയ്ത്തേങ്ങയൊക്കെ ആയിട്ട് എന്തായാലും സുഖസുന്ദരമായിട്ട് ഇവർ പോയി വരുന്ന പ്രതീക്ഷിക്കുക. പോകുന്ന സമയത്ത് ആൾ കുറച്ച് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഒക്കെ എടുത്തെത്തിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പോകാനുള്ള സമയം ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ ആൾ പിന്നെയും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആൾ എന്തായാലും നല്ലപോലെ പോയി വരട്ടെ കേട്ടോ.